അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളെ തോന സാധനമൊന്നും ഇല്ലാതെ വെറും 2 സാധനം കൊണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു പലഹാരം ഒന്നാണ് ഉണ്ടാക്കി വെക്കാം. നല്ല രസമുണ്ട് ഇപ്പോൾ ഇത് തിന്നാൻ. അപ്പം എന്നാൽ നിങ്ങൾക്കും കൂടി ഒന്നാണ് ഉണ്ടാക്കി കാണിച്ചു തരപ്പത്. അപ്പോൾ നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് ഇപ്പോൾ ഇത്. അതിനായിട്ട് ഇപ്പം ഇനി പീടിക്ക് പോയി വാങ്ങിക്കൊണ്ടിരേണ്ട കാര്യമൊന്നുമില്ലേ. അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം കഴിക്കാണ്ട് ഇനിയിപ്പോൾ എത്ര ചായക്കടി ഉണ്ടാക്കണമെന്ന് കരുതിക്കാണ്ടൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇപ്പോൾ ഇതൊക്കെ. നല്ല എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ചായക്കടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിന് ഉണ്ടാക്കാൻ പറ്റിയ ചായക്കടികളാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഉരുളങ്ങയും ഉണ്ടല്ലോ, അതെടുത്ത് കാണ്ട് നല്ലോണം ഒന്നാണ് പീങ്ങിക്കാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് ഇപ്പോൾ ഇത്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം ഒന്നാണ് കുത്തി അടച്ചെടുക്കണം. അപ്പോൾ ഉരുളങ്കിഴങ്ങ് പീങ്ങാൻ തോനെ പണിയൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയണതിനല്ല. കുക്കറിൽ ഇട്ട് കാണ്ട് ഒന്നാണ് മൂടി വെച്ച് കാണ്ട് ലേശം വെള്ളവും പറഞ്ഞ് 2 വിസിലടിച്ചുമ്പോൾ തന്നെ ഉരുളങ്കിഴങ്ങ് വേകുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം ഒന്നാണ് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ വിസ്ക് വെച്ച് കാണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിലോണ്ടോ എന്താ കജ്ജിലുള്ളതുകൊണ്ടൊക്കെ ഒന്നാണ് കുത്തി അടച്ചെടുക്കണം ഇപ്പോൾ ഇത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം ഒന്നാണ് കുത്തി അടച്ചെടുത്തിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ്. അപ്പോൾ നമുക്കത് ഒരു 1/2 കപ്പ് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടുകാണ്ട് ഇതിക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങളെ കോൺഫ്ലോറിൻ്റെ പൊടി കേടുള്ള സാധനം നല്ല കേട്ടോ, നല്ല പൊടി തന്നെയാണ്. അത് നമുക്ക് തടിമക്ക് കേടുള്ള പൊടിയൊന്നും അല്ല. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിച്ചല്ലോ ഇതിപ്പോൾ എന്ത് പൊടിയാണ്, ഇനിയിപ്പോൾ എന്ത് പൊടിയാണെന്നൊക്കെ തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ കോൺഫ്ലോറിൻ്റെ പൊടി പറഞ്ഞാൽ കമ്പപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തടിമക്ക് നല്ല എണ്ണയാണ് ഇപ്പം അത്. ഇനി നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി എന്നാണ് ഇട്ട് കൊടുത്തുകാണ്ടേ കജ്ജോണ്ട് തന്നെ നല്ലോണം ഞാൻ കുഴച്ചെടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അരിപ്പൊടി മൈദയൊന്നും ഇപ്പോൾ ചേർത്താലേ ഇത്ര രസമായി എനിക്ക് കിട്ടൂല. ഈ കോൺഫ്ലോറിൻ്റെ ഒരു രസം കിട്ടൂല. അപ്പോൾ നിങ്ങളെടുത്ത് കോൺഫ്ലോറിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുകൊണ്ടേ. ഇനിയിപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയൊക്കെ ലേസം ഇട്ട് കൊടുത്ത് കാണ്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഉണ്ടല്ലോ, പൈമലും കൂടി നിങ്ങൾ തൊട്ടടുത്ത് കാണ്ട് ഇപ്പോൾ ഇത് കണ്ടോളിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ചെയ്യാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണ്ട് നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യാലോ. പിന്നെ പൈമുള്ള ലൈക്കുമ്മലും കൂടി നിങ്ങളൊന്നും തൊട്ടെടുക്കാൻ മടിച്ചല്ലേ. ഇന്നാലല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അയിമലും കൂടി നിങ്ങളൊന്നാൾ മടിച്ചാതെ തൊട്ടുകൊടുക്കിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് വർത്താനത്തിൽ കൂടെ ഒക്കെ ഇപ്പോൾ നല്ലോണം നമ്മൾ കുഴച്ചെടുത്തിക്കണ്. അപ്പോൾ നമുക്ക് നമ്മളെ മാവ് നല്ല കട്ടിയിലായിട്ടൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മളെ മാവ് അഞ്ഞുകൊണ്ടാണ് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ടെടുത്തുകാണ് നല്ലോണം നമുക്ക് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് നല്ലോണം നമുക്ക് കുഴച്ചെടുത്തിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ കജ്ജുമ്മ ലേസം ഓയിലൊന്നും കൂടി ആക്കി കൊടുത്തുകാണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളാക്കിക്കാണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്തുകാണ്ട് ഇതേപോലെ ചെറിയ ഉരുളാക്കിക്കാണ്ടാണ് എടുക്കുക. അപ്പോൾ ഉരുളങ്കിഴങ്ങും കോൺഫ്ലോറിൻ്റെ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കജ്ജുമ്മലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്നൊരു ഓയിലൊന്ന് കജ്ജുമ്മ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചീച്ച എടുത്തുകാണ്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഒരു ഉരുളീച്ചാക്കിക്കാണ്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ എല്ലാം ഇങ്ങോട്ട് ഇതേപോലെ ചെറിയ ഉരുളാളാക്കിയാണ് എടുത്തുക്കണു. ഇനി നമുക്കിതൊന്നാണ് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ചട്ടിന് അടുപ്പത്ത് വെച്ച് കൊടുത്തുക്കണ്. എന്നിട്ട് അതിക്ക് ലേസം ഓയിലും പാർന്ന് കൊടുത്തുക്കണ്. ഇനി നമുക്ക് നമ്മളെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിക്ക് ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തുകാണ് നമുക്കിതൊക്കെ പൊരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം ഒന്നാണ് വേകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നാണ് ഇട്ട് കൊടുത്തുകാണ്ട് ഇതൊന്നാണ് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് റെഡിയായി വന്നിക്കണ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേ എണ്ണയ്ക്കാണ് ഇട്ട് കൊടുത്തുകാണ്ടാണ് പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭാഗം വേകുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്നാണ് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ പൊരിച്ചെടുത്തുക്കണ്. അപ്പോൾ ഇനി കണ്ടില്ലേ, നിങ്ങൾ കാണാൻ നല്ല ചൊറുക്കും ഉണ്ടല്ലേ. കാണാൻ ചൊറുക്ക് മാത്രമൊന്നല്ലേ, തിന്നാനും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിലിരുന്ന് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ എല്ലാവർക്കും നല്ലോണം തൃപ്തിയാവും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ നമുക്കൊരു ലൈക്കും തരും. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് വാങ്ങണമെന്ന് വെച്ചാൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്ത് കണ്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി നിങ്ങളൊന്നാണ് അമർത്തി കൊടുക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയുമായി കാണണ വരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.